ഇതാണ് ഇന്ദുപ്പ് എന്ന് പറയുന്ന സംഭവം. ഇന്ന് ഇവർ നമുക്ക് വേണ്ടി തയ്യാറാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാഴ്ചകൾ കാണാം. അങ്ങനെ ഞങ്ങൾക്കും അവരോടൊപ്പം കുക്കിങ്ങിൽ സഹായിക്കാൻ ഒരു അവസരം കിട്ടി. ഇതാണ് ധനിയ. ഇവിടെ വെജിറ്റബിളിൻ്റെ കൃഷി നടക്കുന്നു. ഇതവിടെ റെസ്റ്റോറൻറ്റ്. ഇവിടെ നിന്നും പാനിലിടുക. പാനിലിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ നേരിട്ട് സ്റ്റൗവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ പൊള്ളി വരുന്നതായിരിക്കും. ഞങ്ങളുടെ ഈ യാത്രയിൽ ഏറ്റവും രുചികരമായൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അത്. ഹലോ ഹായ് നമസ്കാരം. ഹോളിഡേ ടിക്കറ്റിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഞങ്ങൾ ജയ്പൂരിൻ്റെ കാഴ്ചകളെല്ലാം അവസാനിപ്പിച്ച് ജയ്പൂരിൽ നിന്നും ഞങ്ങൾ രാജസ്ഥാനിലെ അടുത്ത ഡെസ്റ്റിനേഷനിലായ കോട്ടയിലേക്ക് പോവുകയാണ്. നമ്മൾ രാജസ്ഥാനിലെ കോട്ടയിൽ എത്തിച്ചേർന്നു. ഇവിടെ നിന്നും നമ്മൾ ഹുണ്ടായ് ഐട്ടണിലായിരിക്കും 2 ദിവസം രാജസ്ഥാൻ്റെ ഗ്രാമക്കാഴ്ചകൾ കാണാനായി പോകുന്നത്. രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നും ഇനി നമ്മൾ പോകുന്നത് ജാലാവാർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. രാജസ്ഥാൻ്റെ യഥാർത്ഥ ഗ്രാമക്കാഴ്ചകളും വിവിധതരം കൃഷിസ്ഥലങ്ങളും കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ അങ്ങനെ ജാലാവാറിലേക്ക് പോകുന്നത്. ഞങ്ങളങ്ങനെ പോകുമ്പോൾ റോഡ് സൈഡിൽ ഒരു ലോറിയിൽ വലിയ പാറകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതെന്താണെന്ന് അറിയാനായി ഞങ്ങളവിടെ പോയി നോക്കുമ്പോൾ അത് ഉപ്പിൻ്റെ വലിയ പാറകൾ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ഹിമാലയൻ സാൾട്ട് എന്നറിയപ്പെടുന്ന ഇന്ദുപ്പിൻ്റെ വലിയ പാറകളാണിത്. ഇതാണ് ഇന്ദുപ്പ് എന്ന് പറയുന്ന സംഭവം. ഇന്ദുപ്പിൻ്റെ വലിയ വലിയ പീസുകൾ ഇങ്ങനെ കോട്ടയിൽ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. പല നിറത്തിലുള്ള ഉപ്പുകളാണ് ഇവിടെ കണ്ടത്. പിങ്ക് കളറിലുണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലുണ്ട്, ബ്രൗൺ കളറിലുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള ഉപ്പുകൾ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടു. കോട്ടയിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ നാഷണൽ ഹൈവേ 52 സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ജാലാവാറിലേക്ക് പോകുന്നത്. രാവിലെ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി റോഡ് സൈഡിൽ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടെത്തി അങ്ങനെ അവിടെ ഭക്ഷണം കഴിക്കാനായി കയറി. അങ്ങനെ നമ്മൾ കോട്ടയത്ത് നിന്നും ജാലാവാഡിലേക്കുള്ള യാത്രയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ്. രാജസ്ഥാനിൽ പൊതുവേ ഇത്തരം റെസ്റ്റോറൻറ്റുകൾ ബ്രേക്ക്ഫാസ്റ്റുകൾ ലഭ്യമായിരിക്കത്തില്ല. കാരണം രാജസ്ഥാനിൽ ബ്രേക്ക്ഫാസ്റ്റിനായി സാധാരണ ആൾക്കാർ കഴിക്കുന്നത് പോഹ എന്ന് പറയുന്നൊരു വിഭവമാണ്. അതിനെക്കുറിച്ച് കൂടുതലായൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഈ പൊഹ എന്ന് പറയുന്ന വിഭവം സാധാരണ ഈ തട്ടുകടകളിലൊക്കെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജസ്ഥാനിലെ ഇപ്പോൾ ഇത്തരം റെസ്റ്റോറൻറ്റുകൾ രാവിലെ സജീവമായിരിക്കില്ല. ഉച്ചയ്ക്ക് ലഞ്ച് മുതലാണ് ഇത്തരം റെസ്റ്റോറൻറ്റിൽ സാധാരണ ഭക്ഷണങ്ങൾ ലഭിക്കുന്നത്. പക്ഷേ നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ അവർ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി തരാമെന്ന് സമ്മതിക്കുകയും നമുക്കായി റൊട്ടിയും കറികളും ഉണ്ടാക്കുന്ന വീഡിയോസ് എടുക്കാനുള്ള അവസരം തരികയും ചെയ്തു. അങ്ങനെ ഇന്ന് ഇവർ നമുക്ക് വേണ്ടി തയ്യാറാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാഴ്ചകൾ കാണാം. റൊട്ടിയോടൊപ്പം ടൊമാറ്റോ റോസ്റ്റും ദാൽ തടുക്കയുമാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന വിഭവം. അച്ഛനും മകനും നടത്തുന്ന റെസ്റ്റോറൻ്റാണ്. അപ്പോൾ മകൻ നമുക്കായി കറികൾ തയ്യാറാക്കുമ്പോൾ അച്ഛൻ ഇവിടെ രാജസ്ഥാൻ്റെ ട്രഡീഷണൽ വിഭവമായ ഗോതമ്പ് ഉപയോഗിച്ചിട്ടുള്ള റൊട്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ടൊമാറ്റോ റോസ്റ്റും ദാൽ തടുക്കയുമാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പം ടൊമാറ്റോ റോസ്റ്റാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സവാള, തക്കാളി ഇത് രണ്ടും അരിഞ്ഞ് റെഡിയാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിലേക്കിട്ട് മിക്സ് ചെയ്യണം. സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അങ്ങനെ പാനിലിട്ട് മിക്സ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മായവും ചേരാത്ത ഫൈബർ കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഗോതമ്പ് ഉപയോഗിച്ചിട്ടാണ് റൊട്ടി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്കും അവരോടൊപ്പം കുക്കിങ്ങിൽ സഹായിക്കാനൊരു അവസരം കിട്ടി. നമ്മുടെ ശ്യാംകുമാർ അങ്ങനെ കിച്ചണിലേക്ക് കയറി. ഈ റെസ്റ്റോറൻറ്റിന് പിന്നിലായി ഇവർക്കൊരു കൃഷിസ്ഥലമുണ്ട്. ഇവിടെ വെജിറ്റബിൾസാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും കൃഷി ചെയ്തെടുത്തിട്ടുള്ള വെജിറ്റബിൾസാണ് ഇവിടെ റെസ്റ്റോറൻറ്റിൽ കുക്കിങ്ങിനായി ഉപയോഗിക്കുന്നത്. തക്കാളിയും വെണ്ടയ്ക്കയും വഴുതനങ്ങയും അതുപോലെ തന്നെ മല്ലിയും എല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നു. ആ ഫാമിന് നടുക്കായി അവർക്ക് ജോലിക്കിടയിൽ വിശ്രമിക്കാനായി ഒരു കട്ടിലിട്ടിരിക്കുന്നു. കൃഷിയിടത്തിൻ്റെ നടുവിൽ ഇളം കാറ്റേറ്റ് ആകാശത്തേക്ക് നോക്കിക്കിടക്കുന്ന ഈ ഒരു സുഖം മറ്റേത് റിസോർട്ടിൽ പോയാലും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇതാണ് ധനിയ, നമ്മൾ കറിക്കൊക്കെ ഇടുന്ന മല്ലിപ്പൂവും മല്ലിയിലയും. മല്ലിയുടെ ഇല ഇത് മല്ലി മേളിൽ പൂത്തണ്ട് വരുന്നതാ മല്ലി.
ഇത് ഇവിടെ വെജിറ്റബിളിൻ്റെ കൃഷി നടക്കുന്നു. ഇതവിടെ റെസ്റ്റോറൻറ്റ്. ഇവിടെ നിന്നും പറിച്ച് പറിച്ചെടുത്തിട്ടാണ് റെസ്റ്റോറൻറ്റ്. ഫാമിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് നമുക്ക് കറിക്കിടാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഫ്രഷായിട്ട് ഫാമിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നിട്ടുള്ള മല്ലിയാണിത്. അങ്ങനെ നമ്മൾ ടൊമാറ്റോ റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. ദാൽ തടുക്കയും റെഡി ആയിട്ടുണ്ട്. ടൊമാറ്റോ റോസ്റ്റും ദാൽ തടുക്കയും റെഡിയായി. റൊട്ടി നമ്മൾ ചപ്പാത്തി പോലെ പരത്തിയിട്ട് അടുപ്പിട്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇതെടുത്തിട്ട് തീയിലിടും. റൊട്ടി പൊള്ളിച്ചെടുക്കുന്ന ഒരു ഐഡിയ നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. അപ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. റൊട്ടി നമ്മൾ പാനിലിടുക. പാനിലിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ സ്റ്റൗവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ പൊള്ളി വരുന്നതായിരിക്കും. അവരുടെ ആചാരപ്രകാരമാണെന്ന് തോന്നുന്നു. കൈനീട്ടം എന്ന നിലയിൽ ആദ്യത്തെ റൊട്ടി അവർ ദൈവത്തിനായി മാറ്റിവെക്കുന്നു. അങ്ങനെ തന്തൂരി അടുപ്പില്ലാതെ തന്നെ നമുക്ക് തന്തൂരി റൊട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു ഐഡിയ കിട്ടിയിരിക്കുകയാണ്. സ്റ്റൗവിലെ തീയിൽ നേരിട്ടിട്ട് പൊള്ളിച്ചെടുത്താൽ നമുക്ക് നല്ല മനോഹരമായ തന്തൂരി റൊട്ടി കിട്ടുമെന്ന് നമുക്ക് മനസ്സിലായി. നമ്മുടെ ഭക്ഷണമൊക്കെ റെഡിയാണ്. വരിഞ്ഞ കട്ടിലിരുന്നിട്ടാണ് ഭക്ഷണം ഇവിടെ കഴിക്കുന്നത്. രണ്ടും ഉണ്ട്. വരിഞ്ഞ കട്ടിലോ അല്ലെങ്കിൽ നമുക്ക് ടേബിളും ചെയറും ഉണ്ട്. പക്ഷേ രാജസ്ഥാൻ സ്റ്റൈലിലാണെങ്കിൽ നമുക്ക് പോയി വരിഞ്ഞ കട്ടിലിരുന്ന് കഴിക്കാം. ഓക്കെ, ഇത്തരത്തിലുള്ള കട്ടിലുകളാണ് റെസ്റ്റോറൻറ്റുകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. രാജസ്ഥാനികൾ പൊതുവെ കഴിക്കുന്നത് ഈ വരിഞ്ഞ കട്ടിലിരുന്നിട്ടാണ്. നമ്മൾ തന്നെ കുക്ക് ചെയ്തിട്ടുള്ള ഭക്ഷണമൊക്കെ റെഡിയാണ്. റൊട്ടി, 2 കറികൾ എല്ലാം റെഡിയായി. ഞങ്ങളുടെ ഈ യാത്രയിൽ ഏറ്റവും രുചികരമായൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അത്. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ടാണോ അതോ ഫ്രഷ് ആയിട്ടുള്ളൊരു ഫുഡ് കിട്ടിയോണ്ടാണോ എന്നറിയില്ല. ഏതായാലും മനോഹരമായ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്ന അച്ഛനോടും മകനോടും നന്ദി പറഞ്ഞ് ഞങ്ങൾ ജാലാവാറിൻ്റെ ഗ്രാമക്കാഴ്ചകൾ കാണാനുള്ള യാത്ര തുടരുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ഹോളിഡേ ടിക്കറ്റ്.